ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്റെ സങ്കല്പത്തിലുള്ള ഹസ്ബൻഡ് ആൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നല്ല ജോലി വേണം. പക്ഷേ കോടീശ്വരനായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം ലക്ഷറീസ് ആയിട്ട് ജീവിക്കാനുള്ള കാശൊക്കെ വേണം. കാണാനോ കുറച്ച് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആള് വേണമെന്ന എന്റെ ആഗ്രഹം. പാറുവിന്റെ പ്രിയനില്ലേ, ഏകദേശം അയാളെ പോലെ. പാറുവിന്റെ പ്രിയനോ? പ്രിയം പാറുവിന്റെതാണെന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞോ? ആണോ പാറു? പ്രിയൻ നിന്റെയാണോ? എന്നെ ഓരോരുത്തരുടെയും കൂടെ ചേർത്ത് പറയുന്നതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിനോദം. ആദ്യമൊക്കെ എന്നെയും കൈലാഷ് സാറിനെയും ചേർത്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രിയൻ ചേട്ടൻ, നിങ്ങൾ നിങ്ങളുടെ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞോ, എനിക്കൊരു ചുക്കുമില്ല. ദേഷ്യപ്പെടാൻ ശ്രമിക്കുമ്പോഴും നിന്റെ മുഖത്ത് ദേഷ്യമൊന്നും വരുന്നില്ലല്ലോ പാറു. എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ നിന്നെയും പ്രിയനെയും ചേർത്ത് പറയുന്നത് നിനക്ക് ഇഷ്ടായിന്നല്ലേ? പൊടി. ആയിഷയുടെ സങ്കല്പത്തിലുള്ള ഹസ്ബൻഡ് പ്രിയനെ പോലെ ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണെങ്കിൽ കൈലാഷ് സാറിനെ പോലുള്ള ഒരാളാ എന്റെ സങ്കല്പത്തില്. സോഫ്റ്റായ പൂച്ചക്കുട്ടിയെ പോലുള്ള ഒരാള്. അങ്ങനെയുള്ളവര് നല്ലോണം സ്നേഹിക്കും. പാറു, ഞങ്ങൾ ഞങ്ങളുടെ സങ്കല്പത്തിലുള്ള ഹസ്ബൻഡിനെ കുറിച്ചാ സംസാരിക്കുന്നത്. നീ ഞങ്ങളുടെ കൂടെ കൂട്. ഇനി മീര പറ. എനിക്കങ്ങനെ സങ്കല്പമൊന്നുമില്ല. സങ്കല്പിക്കാനുള്ള അർഹതയില്ലാത്തതുകൊണ്ടാ. കുടുംബത്തില് സാമ്പത്തികവും ഇല്ല, എടുത്തു പറയാൻ പറ്റിയ ജോലിയും ഇല്ല. ഞാൻ അത്ര വലിയ സുന്ദരിയും അല്ല. എന്നെ പോലുള്ളവര് ആഗ്രഹിക്കാൻ പാടില്ല, കിട്ടുന്നത് സ്വീകരിക്കുക. എനിക്ക് പറ്റിയ ആളെ എന്റെ കൃഷ്ണൻ കണ്ടുപിടിച്ചു തരും. പാറുവിന്റെ സങ്കല്പത്തിലോ? അത് ഞാൻ പറയാം. അയാൾക്ക് മുഖമില്ല, ശബ്ദമില്ല, സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ല. ഒരു കള്ളപ്പേര് മാത്രമേ ഉള്ളൂ, ഗന്ധർവനെന്ന്. ശരിയല്ലേ പാറു? ഗന്ധർവനെന്ന് കേട്ടതും പെണ്ണിന് നാണം വന്നു. നിന്റെ ആഗ്രഹവും കൃഷ്ണ ഭഗവാൻ നടത്തി തരും. അതൊക്കെ വിട്, ഇത് നിങ്ങൾക്കാ. ഇത് മീരയ്ക്ക്, ഇത് ആയിഷയ്ക്ക്, ഇത് ജെന്നിഫർ, ഇതെനിക്ക്. എന്താ ഇത്? എടുത്തു നോക്ക്. ആഹാ, ഇത് കോസ്റ്റ്ലി ആണല്ലോ. നിനക്ക് എവിടുന്ന് ഇത്രയും കാശ്? ഇത് ഞാൻ വാങ്ങിയതല്ല, പിന്നെ കൈലാഷ് സാറ് വാങ്ങി തന്നതാ. കൈലാഷ് സാറോ? എന്തിന്? കൈലാഷ് സാറ് ചോദിച്ചപ്പോ ഞാൻ മീരയുടെ നമ്പർ കൊടുത്തിരുന്നു. കൈലാഷ് സാറാ, കോൾ എടുക്ക്. ഹലോ കൈലാഷ് സാർ. ഹലോ മീര. പാർവതിയുടെ കയ്യിൽ ഞാൻ മീരയ്ക്കും ആയിഷയ്ക്കും ജെന്നിഫറിനുള്ള ഓണക്കോടി കൊടുത്തയച്ചിരുന്നു. കിട്ടിയോ? കിട്ടി സാർ. നിങ്ങൾ 4 പേരും ഓണത്തിന് വീട്ടിൽ പോകുന്നില്ലെന്ന് പാർവതി പറഞ്ഞു. കമ്പനി വക ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയാ. നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്. വരണം. വരാം സാർ. ജെന്നിഫറിനൊന്ന് ഫോൺ കൊടുക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട് കൈലാഷ് സാർ. സാറ് ക്ഷണിച്ചതല്ലേ, ഞാൻ തീർച്ചയായും വരും. ആയിഷ? ഞാനും കേൾക്കുന്നുണ്ട് സാർ, ഞാനും വരും. താങ്ക് യു. അപ്പൊ നാളെ കാണാം. ഞങ്ങളെയും വിളിക്കണമെന്ന് നീ കൈലാഷ് സാറിനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിങ്ങളില്ലാതെ എനിക്കെന്താ ആഘോഷം? ഇതിൽ അയച്ചയാളുടെ പേരില്ല, എവിടുന്ന് വന്നതാണെന്ന് അറിയില്ല. ഇതൊരു ലേഡീസ് ഹോസ്റ്റലാ. ഫ്രം അഡ്രസ് ഇല്ലാത്ത കൊറിയർ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. ഇതൊരു പാർവതിക്ക് വന്ന കൊറിയർ അല്ലേ? ഇത് അയച്ചാളെ പാർവതി മേഡത്തിന് അറിയായിരിക്കും. അവരോടൊന്ന് മേഡം ചോദിച്ചു നോക്ക്. ശരി. ജെന്നിഫർ, നീ ഇതെല്ലാം കൊണ്ടുപോയി അലമാരിയിൽ വെക്കാം. എന്നിട്ട് ക്യാൻറ്റീനിൽ വാ, ഞങ്ങൾ അവിടെ ഉണ്ടാവും. പാറു, പാറുവിനൊരു കൊറിയർ വന്നിട്ടുണ്ട്. ലെറ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷേ അയച്ചയാളുടെ പേരും അഡ്രസ്സൊന്നുമില്ല.
ഇത് അയച്ചതാരാണെന്ന് പാറുവിന് അറിയോ? ഗന്ധർവൻ അയച്ചെന്ന് പറഞ്ഞ ആരാ ഗന്ധർവൻ? എവിടെയുള്ളതാ? ഗന്ധർവന് നീയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ മാഡം ചോദിക്കും. സത്യം തുറന്നു പറഞ്ഞ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ ഞാൻ എന്ത് ധൈര്യത്തിലാ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ച് മാഡം എന്നെ വഴക്ക് പറയും. ഞാൻ മാഡത്തിനോട് ഇപ്പൊ എന്താ പറയാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പാറു? ഇതൊരു ലേഡീസ് ഹോസ്റ്റല്. സ്വന്തം പേരും അഡ്രസ്സും വെളിപ്പെടുത്താതെ പെൺകുട്ടികൾക്ക് കൊറിയർ അയക്കുന്ന ആളുടെ ഉദ്ദേശം നല്ലതായിരിക്കില്ല. അതുകൊണ്ട് ഇതുപോലെ ഉള്ളതൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. സ്വീകരിക്കാൻ ഇവിടെയുള്ള പെൺകുട്ടികളെ ഞാൻ അനുവദിക്കാറുമില്ല. ഇതിനെക്കുറിച്ച് പാറുവിനൊന്നും അറിയില്ലെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാം. അയ്യോ, തിരിച്ചു കൊടുക്കണ്ട മാഡം. ഇത് അയച്ചയാളെ പാറുവിന് അറിയോ? ഇത് നീതു അയച്ചതാ. നീതുവോ? ആരാ നീതു? എന്റെ നാട്ടിലുള്ളതാ, എന്റെ കൂട്ടുകാരിയാ. എനിക്കൊരു കത്ത് അയച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ അവള് പറഞ്ഞിരുന്നു. കൂട്ടുകാരി എന്താ ഫ്രം അഡ്രസ് എഴുതാതിരുന്നെ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. നീതുവിന് അതൊന്നും എഴുതാൻ അറിയില്ല. ഇനി ലെറ്റർ അയക്കുമ്പോ ഫ്രം അഡ്രസ് വെക്കാൻ കൂട്ടുകാരിയോട് പറയണം. അയച്ചയാളുടെ പേരും ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഇനി സ്വീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എഴുത്തു മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാ ഗന്ധർവൻ സമ്മാനമൊന്നും വെക്കാതെ വെറും എഴുത്ത് മാത്രം അയക്കുന്നത്. എന്നോട് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടാവും. അതുകൊണ്ടായിരിക്കും എഴുത്ത് മാത്രം അയച്ചത്. പാറു, പ്രണയാക്ഷരങ്ങളിലൂടെ മാത്രമായിരുന്നു ഞാൻ ഇതുവരെ നിന്നോട് സംസാരിച്ചിരുന്നത്. പക്ഷെ ആദ്യമേ പറയട്ടെ, ഈ എഴുത്തിൽ നിനക്കെന്റെ പ്രണയാക്ഷരങ്ങൾ കാണാൻ കഴിയില്ല. കാരണം ഇത് എഴുതുമ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് നിന്നോടുള്ള പ്രണയമല്ല, നീ കൈവിട്ടു പോവൂ എന്നുള്ള പേടിയാ. ഞാൻ കൈവിട്ടു പോകുന്നുള്ള പേടിയോ? ഗന്ധർവൻ എന്താ അങ്ങനെ തോന്നാൻ? നീ എന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്ന്